പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഇന്ന് മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എത്തും. മുനമ്പം ജനതയ്ക്കൊപ്പമാണ് NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. രണ്ട് മുന്നണികളും മുനമ്പം തെരഞ്ഞെടുപ്പിൽ ചർച്ച ആകാതിരിക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ രണ്ട് മുന്നണികളുടെയും ഈ വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കണമെന്ന് തന്നെയാണ് സി കൃഷ്ണകുമാർ ജനം TVയോട് പറഞ്ഞത്. നമുക്ക് ആ റിപ്പോർട്ട് കാണാം. രാത്രി വൈകിയും പ്രചരണ പ്രവർത്തനങ്ങൾ പാലക്കാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറാണ് നമുക്കൊപ്പം ഉള്ളത്. എന്തായാലും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നാളെ മുനമ്പത്തേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്തായാലും ഇന്ന് രൂപത ഒരു കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മൂന്ന് സ്ഥാനാർത്ഥികളും ഈ മുനമ്പം വിഷയത്തിൽ എന്താണ് നിലപാട് എന്ന് വ്യക്തമാക്കണമെന്ന് രൂപത ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും ഈ നിലപാട് കൃത്യമായി തന്നെ പറയല്ലേ? തീർച്ചയായും മുനമ്പം വിഷയത്തിൽ ബി ജെ പിയുടെ നിലപാട് വളരെ വ്യക്തമായിട്ട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. മുനമ്പത്തെ ജനങ്ങളോടൊപ്പമാണ് BJP. രണ്ട് മുന്നണികളും മുനമ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമാവാതെ ഒളിച്ചുകളി നടത്തുകയായിരുന്നു. രണ്ട് സ്ഥാനാർത്ഥികളും UDFൻ്റെയും LDFൻ്റെയും സ്ഥാനാർത്ഥികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ നിലപാട് ഇതിൽ വ്യക്തമാക്കണം. മുനമ്പത്തെ ജനങ്ങളോടൊപ്പമാണോ അതോ ഈ വിഷയത്തിലും നിങ്ങൾ പ്രീണന രാഷ്ട്രീയമാണോ കാണിക്കുന്നത് എന്നുള്ളത് ഞാൻ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുക. രണ്ടാളും പാലക്കാട് വന്ന സമയത്ത് കുറി തൊടാൻ തുടങ്ങി, കുറി മായ്ക്കുന്നു. മുനമ്പം വിഷയത്തിലും അവർ എന്ത് നിലപാട് സ്വീകരിക്കും? ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ അവരുടെ വീടുകളിൽ പോകുന്ന സമയത്ത് മുനമ്പത്തോടൊപ്പവും അത് കഴിഞ്ഞാൽ മുനമ്പത്തിനെതിരായിട്ടുള്ള നിലപാടാണോ സ്വീകരിക്കുക എന്നുള്ളത് അറിയാൻ പാലക്കാട്ടത്തെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. യഥാർത്ഥ മതേതരത്വം അവർ പറയുന്ന ആളുകളാണെങ്കിൽ അവർ മുനമ്പത്തെ ജനങ്ങളോടൊപ്പം നിൽക്കണം. കാലാകാലങ്ങളായിട്ട് അവിടെ താമസിക്കുന്ന ആളുകളാണ്. അവർ ഒരു ദിവസം കുടിയിറക്കപ്പെടുക എന്നുള്ളത് അവരെ സംബന്ധിച്ചോളം ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. സംസ്ഥാന സർക്കാർ ഇരട്ടത്താപ്പ കാണിക്കുന്നത്. സംസ്ഥാന സർക്കാരും കൃത്യമായിട്ടുള്ള നിലപാട് പറയുന്നില്ല. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടും വ്യക്തമല്ല. എന്തായാലും NDA മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണ്. മുനമ്പത്തിന് അവിടെ സമരരംഗത്തുള്ള മുനമ്പത്തെ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടാണ് ഞാൻ നാളെ അങ്ങോട്ട് പോകുന്നത്. അതിൽ ഒരു കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം, ഇതൊരു വലിയ ആശങ്ക ഈ പ്രദേശത്തെ ഉള്ള ആളുകൾക്കും പ്രത്യേകിച്ച് അഗ്രഹാരം അടക്കം നിൽക്കുന്ന ഈ സ്ഥലങ്ങളിൽ വലിയൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമല്ലേ ഉള്ളത്? തീർച്ചയായിട്ടും ജനങ്ങൾ വലിയ ഭീതിയിലാണ്. കാരണം നാളെ ഏത് പ്രദേശം സംബന്ധിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലെയിം വരിക എന്നുള്ളത് ആർക്കും അറിയാത്ത ആശങ്കയാണ്. ഒരുപാട് സ്ഥലങ്ങൾ ഈ ലിസ്റ്റിലുണ്ട് എന്നാണ് പറയുന്നത്. ആ ലിസ്റ്റിനെ സംബന്ധിച്ച് ആർക്കും വ്യക്തതയില്ല. അപ്പോൾ എല്ലാവരും ആശങ്കയിലാണ്. ആ ആശങ്ക പരിഹരിക്കേണ്ട സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ നടപടിയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായിട്ടുള്ള നടപടിയില്ല. സർക്കാർ മുൾമുനയിൽ നിർത്തിയിരിക്കുക, കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയിരിക്കുക. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, പ്രധാനപ്പെട്ട മറ്റ് ആരാധനാലയങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ, ഇതെല്ലാം നാളെ ഇത്തരത്തിലുള്ള ഒരു ആശങ്കയുടെ മുൾമുനയിലാണ്. തീർച്ചയായും ഇത് തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് BJP NDA സ്ഥാനാർത്ഥി എല്ലാം വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ നിലപാട് കൂടി മുനമ്പത്തിനൊപ്പം എന്നുള്ള ഒരു കൃത്യമായ നിലപാട് കൂടിയാണ് BJP ഇവിടെ വ്യക്തമാക്കുന്നത്.